സഹനടനായും കൊമേഡിയനായും ഒക്കെ നടന്നിരുന്ന ദിലീപ് ഒരു നായക തുല്യമായിട്ടുള്ള കഥാപാത്രം അവതരിപ്പിക്കുന്നു. പിന്നീട് നായകനായി മുന്നേറിയ ഒരു വർഷം, ആ ഒരു വർഷമായിരുന്നു 1996 എന്ന് പറയുന്ന വർഷം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് ദിലീപിൻ്റെ സിനിമകൾ 1996. നമ്മൾ കുറച്ച് മുമ്പ് ഒരു എപ്പിസോഡ് 1995 ദിലീപിൻ്റെ സിനിമകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് 1996 ദിലീപിൻ്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചാണ്. 1996 ദിലീപിൻ്റെ കരിയർ മാറ്റിമറിച്ച പ്രധാന സിനിമ സല്ലാപം. ആ മാർച്ച് മാസം വിഷുവിനോടനുബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു സമ്മർ വെക്കേഷനോടനുബന്ധിച്ച് തിയേറ്ററിൽ റിലീസായ സിനിമയാണ്. അപ്പോൾ സല്ലാപം സിനിമ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും മാർച്ച് മാസമാണ് ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത്. ആ ഒരു സിനിമയിലെ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ഒരു ദിലീപ് ഒരു മുൻനിരയിൽ, പിന്നീട് ഒരു നായക തുല്യമായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് സംവിധായകർക്ക് ഒരു ഓപ്ഷനായിട്ട് ദിലീപ് വന്നു എന്നുള്ളത്. അതിന് മുമ്പ് ഉണ്ട് നായകനൊക്കെ ആയിട്ട്. പക്ഷേ ഇതിന് ശേഷമാണ് ഒരു മുൻനിര സംവിധായകരൊക്കെ ദിലീപിനെ ഒരു നായകനായിട്ട് തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത്. സല്ലാപത്തിനോടൊപ്പം തന്നെ ആ വിഷു സീസണിൽ തിയേറ്ററിലുണ്ടായിരുന്ന മറ്റൊരു സിനിമയായിരുന്നു സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. രാജസേനൻ ജയറാം എന്ന് പറയുന്ന ആ ഒരു ഹിറ്റ് കോംബോ. അതിന് സല്ലാപം ഷൂട്ട് ചെയ്ത സമയത്താണ് ഇവർ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ്റെയും ദിലീപിനെ അപ്രോച്ച് ചെയ്തത്. എന്നിട്ട് പറഞ്ഞ് ഇതിലൊരു വേഷമുണ്ട്. അന്ന് ഈ പറയുന്ന രാജസേനൻ്റെയൊക്കെ സിനിമകളിൽ സ്ഥിരമായിട്ട് അഭിനയിച്ചിരുന്ന ഒരു നടനെയാണ് ആ വേഷത്തിലോട്ട് വിളിച്ചത്. പക്ഷേ ആ നടൻ അന്ന് പ്രതിഫലം കൂടുതൽ ചോദിക്കുകയും പല അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ആ നടനെ ഒഴിവാക്കിയിട്ടാണ് ദിലീപിലോട്ട് ആ വേഷത്തിൽ. ദിലീപ് നായകനായിട്ട് സല്ലാപം ചെയ്തിരുന്ന സമയമാണെങ്കിൽ കൂടി ജയറാം രാജസേനൻ കോംബോയിൽ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം, കഥാപാത്രവും പ്രതിഫലം ഒന്നും നോക്കാതെ അഭിനയിച്ചതാണ്. അസാധ്യമായിട്ട് ദിലീപ് സിനിമ ചെയ്തു. ദിലീപിനും വളരെ ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. പിന്നെ ഒരു സിനിമ കുടുംബ കോടതി. കോമഡി സിനിമകളുടെ ഒരു രാജാവ് തന്നെയായിരുന്നു വിജയ് തമ്പി. വിജയ് തമ്പി 90കളിലൊക്കെ മമ്മൂട്ടി വെച്ചിട്ടൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ ഓർക്കുന്നത് ജഗദീഷ്, അതുപോലെ തന്നെ സിദ്ദിഖായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സൗഹൃദം. സിദ്ദിഖിനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജയറാമും മുതലുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ സിദ്ദിഖിനായിട്ടാണ് അദ്ദേഹത്തിന് ഒരു ഭയങ്കര അടുത്ത സൗഹൃദമുള്ളത്. അപ്പോൾ സിദ്ദിഖ് ജഗദീഷ് കോംബോയിലെ സിനിമകളിൽ ഇങ്ങനെ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്ത് ശരിക്കും അദ്ദേഹം ഇന്നസെന്റിനെ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഇന്നസെന്റ് ഒരു അച്ഛനായിട്ട്, മക്കളായിട്ട് അന്ന് ആദ്യം സിദ്ദിഖിനാണ് മൂത്ത മകനാണ് ആലോചിച്ചത്. പക്ഷെ സിദ്ദിഖിന് അന്ന് പല കാരണങ്ങളോട് സിദ്ദിഖിനെ അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലോട്ട് അശോകൻ വരുന്നു. പിന്നെ അനിയൻ്റെ ഒരു കഥാപാത്രമായിട്ട് ദിലീപ് വരുന്നു. ആ ഒരു സിനിമയും ദിലീപിന് ഭയങ്കര ഗുണം ചെയ്ത സമയത്ത് ഭയങ്കര ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു കുടുംബ കോടതി. അതിൽ ദിലീപിന്റെ പേരായിട്ട് വന്നത് മോഹിനി. എനിക്ക് തോന്നുന്നു മോഹിനി ദിലീപിനെ നായികയായിട്ട് അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ്. അതിനു മുമ്പ് മോഹിനി നായികയായിട്ട് അഭിനയിച്ച മലയാളത്തിലെ ഗസൽ പോലത്തെ സിനിമയിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ആളായിരുന്നു ദിലീപ്. അപ്പം മോഹിനി, വിജയ് തമ്പിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മോഹിനി ഇതിൽ അഭിനയിക്കാൻ വരുമ്പോൾ ദിലീപ് നായകൻ. അപ്പോൾ ദിലീപ് നിങ്ങൾ നായകനായോ, നിങ്ങൾ ഹീറോ ആയോ എന്നുള്ളൊരു അത്ഭുതത്തിൽ മോഹിനി ചോദിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ കുടുംബ കോടതി ദിലീപിന് ഹിറ്റ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. സോളോ ഹീറോ അല്ല എങ്കിലും ദിലീപിന് ഒരു ഗുണം ചെയ്ത നായകതുല്യമായിട്ടുള്ളൊരു കഥാപാത്രം കിട്ടിയ ഒരു സിനിമയായിരുന്നു. പിന്നെ മലയാള മാസം ചിങ്ങം 1 എന്ന് പറഞ്ഞ അന്നത്തെ ലോ ബഡ്ജറ്റ് സിനിമകളുടെ ഒരു കിങ് ആയിരുന്ന ഒരാളായിരുന്നു നിസാർ. ഒരുപാട് സിനിമകൾ നിസാർ ദിലീപ്, അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുകേഷും ദിലീപും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കൂടുതൽ അഭിനയിച്ചത്. ഫസ്റ്റ് സിനിമ ജയറാമിനെ വെച്ചിരുന്ന സുദിനം. അത് കഴിഞ്ഞ പിന്നെ ദിലീപിലേക്ക് കടന്നു. ഈ മലയാള മാസം ചിങ്ങം 1 എന്ന് പറഞ്ഞാൽ ശരിക്കും അതിലെ നായകൻ എന്ന് പറയുന്നത് പ്രേംകുമാറാണ്. ദിലീപ് അതിലൊരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു വില്ലൻ എന്ന് തന്നെ പറയാം. അതിലെ നായികനെ, പ്രേംകുമാറിന്റെ ഭാര്യനെ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ദിലീപ് അന്ന് നല്ല രസമായിട്ട് ആ ഒരു സിനിമ അന്നേ വളരെ അഭിപ്രായം കിട്ടിയ ദിലീപിന്റെ ഒരു ക്യാരക്ടർ. സിനിമ അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ്. ഈ പറഞ്ഞ ഒരു നിസാറിന്റെ സിനിമകൾ ഒരു ലോ ബഡ്ജറ്റ് സിനിമകളാണ്. അതങ്ങനെ ഒരു BC ഓഡിയൻസിന്റെ ഇടയിലൊക്കെ പോകുന്ന സിനിമ. പിന്നീട് കാസറ്റ് വരുന്നുണ്ട്. ഞാനൊക്കെ സിനിമ കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. തിയേറ്ററിൽ പോയിട്ടൊന്നും വന്ന് നിസാറിന്റെ സിനിമകളൊന്നും അധികം തിയേറ്ററിൽ പോയിട്ടൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ പിന്നീട് കാസറ്റ് വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നതാണ്. അതുപോലെ പിന്നീട് ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ കാസറ്റിലൂടെ. ഇന്ന് ശരിയത് തോന്നുന്നു ഇന്നത്തെ ജനറേഷനൊന്നും അത് അധികം കണ്ടിട്ടില്ല സിനിമ. നമ്മുടെ ദിലീപിന്റെ നല്ല ഒരു രസമുള്ള ഒരു ക്യാരക്ടറാണ്. കൽപ്പനയാണത് ദിലീപിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. നിങ്ങൾക്ക് എടുത്ത് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ആ ഒരു സിനിമയിൽ ദിലീപ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ മാന്ത്രിക കുതിര എന്ന സിനിമ, വീണ്ടും വിജയ് തമ്പിയുടെ സിനിമയാണ് മാന്ത്രിക കുതിര. മാന്ത്രിക കുതിരയിൽ മനോജ് കെ ജയനും വാണി വിശ്വനാഥുമാണ് അതിൽ നായകന്മാരുടെ. മോഹിനി വീണ്ടും ഉണ്ട് ആ സിനിമയിൽ. മോഹിനി അതിൽ ഒരു ദിലീപ് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. മനോജ് കെ ജയന്റെ ഭാര്യയുടെ അനീതിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭാര്യ മരിച്ച ശേഷം മനോജ് കെ ജയൻ മോഹിനി കല്യാണം കഴിക്കണമെങ്കിൽ അതൊരു ത്രില്ലർ ഒരു സിനിമയാണ്. ഒരു ഫാമിലി ഇതിലോട്ട് പോയിട്ട് ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുന്ന സിനിമയാണ്. ഒരു ഇംഗ്ലീഷ് നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ദിലീപ് അത് ചെറിയൊരു വേഷമാണ് മനോജ് കെ ജയന്റെ അനിയനായിട്ട്
അതുകൊണ്ട് ദിലീപിന് അത് വലിയൊരു ഗുണം ചെയ്തിട്ടുള്ള സിനിമയിൽ ആ സിനിമയും അന്ന് അങ്ങനെ വലിയ ഒരു വിജയമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പെട്ടിയിലൊക്കെ കടന്നിട്ടാണ് തോന്നുന്ന സിനിമ ഇറങ്ങിയത്. എന്തായാലും ഒരു വിജിത്തമ്പിയുടെ മറ്റ് ഹിറ്റ് സിനിമകളെ പോലെ ഒരു ഹിറ്റായ ഒരു സിനിമയല്ല മാന്തര കുതിര, പക്ഷെ നല്ലൊരു സിനിമയാണ്. പിന്നെ പടനായകൻ എന്നുള്ള സിനിമ, വീണ്ടും ഇവർ നിസാർ എന്ന് പറയുന്ന സംവിധായകൻ, അന്ന് സുരേഷ് ഗോപിനെയും ജയറാമിനെയൊക്കെ വെച്ച് ആലോചിച്ചിരുന്ന ഒരു കഥയായിരുന്നു. പിന്നീട് മാറി മറിഞ്ഞതിലെ നായകനായിട്ടുള്ള ഒരു ചേട്ടന് തുല്യമായിട്ടുള്ള കഥാപാത്രം, ടഫ് ക്യാരക്ടറായിട്ട് വരുന്നത്, ഒരു ഗുണ്ട റോളിൽ വരുന്നത് വിജയരാഘവനാണ്. വിജയരാഘവൻ എന്ന നായകനായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ വിജയരാഘവന്റെ ഒരു അനിയനെ പോലെ, ഒരു എർത്തിനെ പോലെ കൂടെ നടക്കുന്ന ഒരു കഥാപാത്രം, അതായിരുന്നു ദിലീപ് ചെയ്ത കഥാപാത്രം. നല്ല രസമായിട്ട് ദിലീപ് ആ സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ അന്ന് അത്യാവശ്യം ഓടിയ ഒരു, നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു BC ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ B ക്ലാസ് A ക്ലാസ് തിയേറ്റേഴ്സിലൊക്കെ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ KP ലളിത, പിന്നെ കലാഭവൻ മണി, നല്ല രസമായിട്ടൊക്കെ അതിൽ കലാഭവൻ മണിയുടെയൊക്കെ തുടക്കകാലത്തുള്ള ഒരു സിനിമകളാണ്. സല്ലാപം കഴിഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് ദിലീപ് സല്ലാപം കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമകളിൽ ഒന്നായിരുന്നു പടനായകൻ. പിന്നെ കല്യാണ സൗഗന്ധികം, എനിക്കൊണ്ട് ദിലീപിൻ്റെ ഒരു ഏറ്റവും വലിയ അതുവരെ ഇറങ്ങിയ സിനിമകൾ ഒരു അത്യാവശ്യം ഒരു ഹിറ്റായി. അതൊരു സോളോ, ദിലീപിന് ആ സിനിമയിലാണ് ശരിക്ക് ഒരു സോളോ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ജഗദീഷൊക്കെ ഉണ്ട് ദിലീപിൻ്റെ ഒരു കൂടെ. പക്ഷെ വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ദിലീപിനെ വെച്ച് ചെയ്തിട്ടുള്ളതിൽ വിനയൻ്റെയും കരിയർ മാറ്റിമറിച്ച ആ ഒരു സിനിമയോട് കൂടിയാണ് വിനയനും ഒരു കുറച്ചും കൂടി ഒരു മുൻനിര സംവിധായകരിലോട്ട് എത്തി തുടങ്ങിയത്. അതിൻ്റെ തുടക്കമായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ നല്ല വിജയമായിരുന്നു. 100 ദിവസങ്ങളോളം ഓടിയ സിനിമ. നല്ല ഹ്യൂമറാണ്. ഈ പറഞ്ഞ ദിലീപിൻ്റെ പിന്നീട് ഉദയപുരം സുൽത്താനൊക്കെ പോലത്തെയുള്ള ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയൊക്കെ ചെയ്യുന്ന പല സിനിമകളുടെ തുടക്കം, ഒരു ആൾമാറാട്ട സിനിമകൾ, ആൾമാറാട്ട കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു തുടക്കമായിരുന്നു കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികത്തിലെ ഒരു സീൻ നമ്മളൊരു എപ്പിസോഡ് പറഞ്ഞിട്ടാണ്. അതിൽ ദിലീപിൻ്റെ ഒരു തുടക്കം ടൈറ്റിൽ കാണിക്കുന്ന ഒരു സിനിമയിൽ ദിലീപിൻ്റെ ഒരു ഇൻട്രോ സീനുകൾ ഒന്നിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ കട്ടൗട്ടിൻ്റെ നടുക്ക് ദിലീപ് നിൽക്കുന്ന ഒരു 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 ഫ്രെയിം അങ്ങനെ വിനയൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈറ്റിലിൻ്റെ ഇടയിൽ. നിങ്ങൾ ഇനി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഒരു സിനിമ സാമൂഹ്യപാഠം എന്ന് പറയുന്ന സിനിമ. സാമൂഹ്യപാഠം ശരിക്ക് പ്രേംകുമാറും ദിലീപും അവർ രണ്ടുപേർക്കും ഒരു തുല്യ കഥാപാത്രമാണല്ലോ. ഈ പറഞ്ഞ പ്രേംകുമാർ ദിലീപൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്ത സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമ തന്നെയായിരുന്നു കരീം എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയായിരുന്നു. പിന്നീട് പല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സുരേഷ് ഗോപിനെയൊക്കെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പത്മരാജൻ്റെ ഒക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു സിനിമയായിരുന്നു സാമൂഹ്യപാഠം. അതും അത്യാവശ്യം കളക്ട് ചെയ്ത സിനിമ. എനിക്കൊണ്ട് ജോയ് മാത്യു ആണ് അതിൻ്റെ ഒരു കഥയോ സ്ക്രിപ്റ്റ് സാമൂഹ്യപാഠത്തിൻ്റെ. ഈ പറഞ്ഞ ഒരാളുടെ പേരിൽ വേറൊരാൾ നാട്ടിലോട്ട് വരുന്നത്, എനിക്കൊണ്ട് മല്ലു സിംഗ് ഒക്കെ പിന്നീട് ഏകദേശം അതിൻ്റെ ഒരു കഥയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ ഒരു സിനിമ കണ്ടു നോക്കണം. ദിലീപിന് ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ആ വർഷം ഏറ്റവും അവസാനം ക്രിസ്മസിന് ഇറങ്ങിയ ഈ പുഴയും കിടന്ന്, അത് കമൽ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ദിലീപിനെ തന്നെ നായകനാക്കി ചെയ്ത സിനിമയാണ്. ഈ പുഴയും കിടന്ന് നമുക്കറിയാം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അവർ ക്രിസ്മസ് വിന്നറായിരുന്നു ഈ പുഴയും കിടന്ന്. മഞ്ജു വാര്യർ ദിലീപ് കോംബോയിൽ ഒരു അവരുടെ പ്രണയമൊക്കെ തുടങ്ങുന്നതൊക്കെ ശരിക്കും ആ ഒരു സിനിമയിലൂടെയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലൊരു സിനിമ, നമുക്ക് ആ സിനിമയെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും 1996 എന്ന് പറഞ്ഞ ഒരു വർഷം ദിലീപിന് വളരെ ഗുണം ചെയ്ത വർഷമാണ്. ഈ പറഞ്ഞ സല്ലാപം ലോഹിദാസിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു. അതേ ലോഹിദാസിനെ തന്നെ ആ തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയുണ്ട്, നമ്മൾ അത് മിസ് ചെയ്യുന്നു തോന്നുന്നു. തൂവൽ കൊട്ടാരം എന്ന സിനിമ സത്യൻ അന്തിക്കാടിൻ്റെ, ഈ പറഞ്ഞ സത്യൻ അന്തിക്കാടിൻ്റെ ഒരുപാട് ഫ്ലോപ്പുകൾക്ക് അല്ലെങ്കിൽ ആവറേജ് ഹിറ്റുകൾക്ക് ശേഷം ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടി. ജയറാമിൻ്റെയും കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആ ഒരു സിനിമകളിലൊന്നായിരുന്നു തൂവൽ കൊട്ടാരം. അതിൽ ജയറാമിൻ്റെ അനിയനായിട്ട് ചെറിയൊരു റോളാണ്, കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല റോളാണ്. അപ്പോൾ ആ ഒരു വർഷം ദിലീപിന് ശരിക്കും സല്ലാപം, സ്വപ്നദത്ത ബാലഭാസ്കരൻ, തൂവൽ കൊട്ടാരം, ഈ പുഴയും കിടന്ന്, അന്നത്തെ ഒരു മെയിൻ സ്ട്രീം സംവിധായകരുടെ ഒക്കെ ഈ പറഞ്ഞ കമൽ, സത്യൻ അന്തിക്കാടിൻ്റെ ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. ഒപ്പം വിജി തമ്പിയുടെ സിനിമകൾ അഭിനയിക്കുന്നു. ലോ ബഡ്ജറ്റ് സിനിമകളുടെ സംവിധായകൻ നിസാറിൻ്റെ സിനിമകൾ. അപ്പോൾ എല്ലാം കൊണ്ടും ദിലീപിന് ഗുണം ചെയ്ത ഒരു വർഷം തന്നെയാണ് 1996. അപ്പം ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിതിൽ സല്ലാപം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്, തൂവൽ കൊട്ടാരം കണ്ടിട്ടുണ്ട്. ബാക്കി സിനിമകളൊന്നും അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. എല്ലാം പിന്നീട് കാസറ്റ് എടുത്തിട്ടോ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.